അങ്ങനെ ഞങ്ങളുടെ ഉംറ സ്റ്റാർട്ടാവുകയാണ്. അതായത് ഞങ്ങൾ നേരെ ഹറമിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഉസ്താദിനെ പിന്തുടർന്ന് ഞങ്ങൾ നേരെ ഹറമിലേക്കാണ് പോകുന്നത്. ഉസ്താദ് കാര്യങ്ങൾ തിരിച്ചു വരുന്ന വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. നമ്മുടെ കാണുന്നതാണ് ക്ലോക്ക് ടവർ. ആ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് വേണം നമ്മൾ ചെല്ലാനെ കൊണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. അതുപോലെ നല്ല ക്രൗഡുമാണ്, നല്ല തിരക്കാണ്. കാരണം ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് ഞങ്ങൾ ചെല്ലുന്ന മഗ്‌രിബിനോട് അനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾ നമസ്കരിക്കാനെ കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ ഹറമിലേക്ക് കാണുന്ന ഒരു കാഴ്ചയാണ്. അവിടുന്ന് നേരെ വന്നിറങ്ങി കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഞാൻ ഉംറ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് വന്ന ശേഷം എടുത്ത ഒരു ഫൂട്ടേജാണ്. കാരണം ഞാൻ ഉംറ ചെയ്യാൻ നേരം ഒന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഉംറ അതിൻ്റെ കൃത്യമായിട്ടുള്ള നിർവഹണത്തിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കറക്റ്റ് ഞാൻ ഉംറ ചെയ്ത് കഴിഞ്ഞ് വന്ന് മഗ്‌രിബിൻ്റെ സലാഡ് ടൈമിലാണ് ഈ വീഡിയോ എടുക്കാനെ കൊണ്ട് സാധിച്ചത്. അതുവരെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുത്തില്ല. അത്യാവശ്യം മനസ്സ് തൃപ്തിയായിട്ട് ചെയ്ത ഒരു ഉംറ നിർവഹണമെന്ന് വേണമെങ്കിൽ പറയാം. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത ഒരു ഈ ഉംറ ആയതുകൊണ്ട് അത്യാവശ്യം എനിക്ക് മനസ്സിന് സംതൃപ്തിയോടെ ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നൊരു വാക്കുകളാണ്. അങ്ങനെ ഉംറയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് സഫ മർവയിലേക്കാണ്. അത് നേരെ ഇനി അങ്ങോട്ടുള്ളതാണ് ഞങ്ങളുടെ ഇനി നടത്തം. അത്യാവശ്യം നടന്നിട്ട് മദീനയിലൊക്കെ ഒരുപാട് നടന്നെൻ്റെ കാലിൻ്റെ ഭയങ്കര നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഉംറ ചെയ്യാൻ നേരം അതൊന്നും അനുഭവപ്പെട്ടില്ല. എനിക്ക് സുഖസുന്ദരമായിട്ട് ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഈ നമ്മുടെ സഫ മർവയിലോട്ട് പോകാനെ കൊണ്ട് പോയപ്പോഴത്തേനും എനിക്ക് വേദന അനുഭവപ്പെട്ട് തുടങ്ങി. സഫ മർവയിലോട്ട് അത്യാവശ്യം നടക്കാനുമുണ്ട്. അപ്പം നടന്ന് കാലിൻ്റെ ഒരു തണുപ്പ്, കാരണം ടൈലാണല്ലോ, ഗ്രാനൈറ്റ്സ് ആണല്ലോ. അപ്പം അതിനകത്ത് നമ്മളിപ്പം ഈ നടക്കുമ്പോഴത്തേനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പക്ഷേ അതൊന്നും നമ്മൾ വകവയ്ക്കാതെ ഉംറ കൃത്യമായിട്ട് ചെയ്യാനെ കൊണ്ട് കഴിയും. ഒരുപാട് പേര് വയ്യാത്തവരും പ്രായമുള്ളവരും അതേപോലെ തന്നെ പല അസുഖക്കാർ വരെ വന്ന് ചെയ്യുന്ന ഒരു ഉംറ നിർവഹണം നമ്മുടെ ഒരു ചെറിയൊരു വേദനയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ലാതെ ഉംറ എല്ലാം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അടുത്ത ദിവസത്തേക്കിനാണ് ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങി. സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങി നേരെ വന്നിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിടവാങ്ങൽ ഉംറ എന്ന് പറയുന്ന ആ ഒരു നിർവഹണവും കൂടിയുണ്ട്. അപ്പം ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. റൂമിൽ ചെന്നതും അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. ഞാൻ എൻ്റെ മുടി മുട്ടയടിക്കുകയുണ്ടായി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എനിക്കത് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുക്കാഞ്ഞാണ്. അപ്പോൾ നേരെ ഞാൻ വിടവാങ്ങൽ ഉംറയ്ക്ക് വേണ്ടിയിട്ട് മഗ്‌രിബ് നമസ്കാരത്തിന് രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് താഴെ വന്ന് മഗ്‌രിബ് കിട്ടും എന്നുള്ളതാണ്. കാരണം ഇതേപോലെ തിരക്കാണ്. വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്, നല്ല തിരക്കാണ്. റഷ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും മുകളിൽ ഞങ്ങൾക്ക് തവാഫ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, തവാഫ് അത് നല്ല ദൂരമുണ്ട് കേട്ടോ. എന്നാൽ കാലും വയ്യ, എങ്ങനായാലും ചെയ്തേ പറ്റത്തോളം എന്നുള്ള രീതിയിൽ ഭാഗ്യത്തിന് ഞങ്ങൾ പിന്നെ അവർ താഴോട്ട് വഴി വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ താഴെ ഇറങ്ങി. താഴെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം ഏറ്റവും മുകളിൽ തവാഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല ദൂരമുണ്ട്. ആ ദൂരം തവാഫ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നെ സംബന്ധിച്ച്. കാരണം എൻ്റെ കാല് വയ്യാത്തത് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. നേരെ എനിക്കെന്തെങ്കിലും ഭാഗ്യത്തിന് അള്ളാഹുവിൻ്റെ കൃപ കാരണം എനിക്ക് താഴെ ഇറങ്ങാനെ കൊണ്ട് സാധിച്ചു. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേർക്കും താഴെ ഇറങ്ങാനെ കൊണ്ട് സാധിച്ചു. പക്ഷേ ഇവിടുന്ന് ആൾ മിസ്സാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഞങ്ങൾ രണ്ട് പേര് മാത്രമായിട്ട് എൻ്റെ കൂടെ ഒരു ഉസ്താദ് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന് കൂട്ടത്തിലുള്ള ഒരു ഉസ്താദും കൂടി ഉണ്ടായിരുന്നു. ആ ഉസ്താദും ഞാനും മാത്രം അവസാനമായി തീർന്നു. ലാസ്റ്റ് ഞങ്ങളുടെ കൂടെ വേറെ ഉവൈസ് എന്ന് പറഞ്ഞ എൻ്റെ അതേ പേരുള്ള നമ്മുടെ കൂട്ടുകാരുടെ ഇതാണ്. അപ്പം അവനും ഉണ്ടായിരുന്നു. അവനും സ്പ്ലിറ്റായിപ്പോയി. എൻ്റെ പുറകിൽ ഉസ്താദ് എന്നെ പിടിച്ചത് കൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് റഷാണ്. നമുക്ക് ഒരു കാരണവശാലും നമുക്കിവിടെ ഒറ്റപ്പെട്ട് പോവാതെ ഒരുമിച്ച് പോകാനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഒരുപാട് കൂട്ടത്തോടെ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇത് കണ്ടില്ല, ലൈൻ പോലെ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഫുള്ള് തവാഫ് ചെയ്തത്. വിടവാങ്ങൽ തവാഫാണ്. ഞങ്ങൾ അത്യാവശ്യം മാക്സിമം ലോങ്ങിൽ നിന്ന് തുടങ്ങി അടുത്തെത്തി. കാരണം ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹറമിൽ തൊടണം എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. തവാഫ് ചെയ്ത് നമുക്ക് ഒരു തവാഫ് ഫുള്ള് കംപ്ലീറ്റ് ആവുമെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു വിടവാങ്ങൽ ഉംറ കംപ്ലീറ്റ് ആവുന്ന ഒറ്റ തവാഫ് ഉദ്ദേശിക്കുന്നത്
7 പ്രാവശ്യം നമ്മൾ വലം വെച്ച് വരുന്നതിനെയാണെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളത് 7 പ്രാവശ്യം വലം വെച്ചു. ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഹറമിൽ തൊടുകയാണെങ്കിൽ നമ്മുടെ ഉംറ അതായത് നമ്മുടെ തവാഫ് ഇല്ലാതാവും എന്ന് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 7 പ്രാവശ്യം തവാഫ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത രണ്ടാമത് ഒരു തവാഫ് കൂടി എക്സ്ട്രാ ഞങ്ങൾ ചെയ്തിട്ട് തവാഫ് നമ്മൾ ഒരു റൗണ്ട് കൂടി വലം വെക്കാനും കൊണ്ട് തുടങ്ങി. കാരണം ഞങ്ങളുടെ ഉദ്ദേശം ഹറമിൽ തൊടണം, ഞങ്ങൾക്ക് അവിടെ നിന്ന് ദുആ ഇറക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ലാസ്റ്റ് രണ്ടാമത് ഞങ്ങൾ പിന്നെയും ഒരു റൗണ്ടും കൂടി ഞങ്ങൾ എടുത്തു. പക്ഷേ അൽഹംദുലില്ലാഹ് കാര്യം നടന്നു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് തവാഫ് ചെയ്തു, നമുക്ക് കഅബയിൽ തൊടാനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ നമ്മുടെ ഈ ഹജറുൽ അസ്വദ് മുത്താനെ കൊണ്ട് സാധിച്ചില്ല. കാരണം അത്രയ്ക്ക് റഷാണ്. കാരണം വെള്ളിയാഴ്ചയാണ്, സുബഹിയുടെ ടൈം കഴിഞ്ഞൊരു സമയമാണ്, നല്ല തിരക്കുണ്ട്. മിക്കുള്ളവരും ഈ വിടവാങ്ങൽ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതലും ആൾക്കാർ വരുന്നത്. ഇതുപോലെ തന്നെ ഞങ്ങൾ വന്നതിൻ്റെ കൂട്ട് വ്യാഴാഴ്ച വന്ന് രാത്രി ഉംറയൊക്കെ ചെയ്ത് വിടവാങ്ങൽ തവാഫും കഴിഞ്ഞ് ജുമാ നമസ്കാരം കഴിഞ്ഞ് പോകുന്ന ഞങ്ങളെപ്പോലുള്ള മിക്കുള്ളവരും അങ്ങനെ ആയിരിക്കാം വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഉംറയും നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു. വിടവാങ്ങൽ തവാഫും മാഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങൾ ഇനി മാക്സിമം ഇതിനോട് നമ്മുടെ കഅബയോട് ചേർന്ന് നടക്കണം. അപ്പം ഞങ്ങളുടെ ഇപ്പം വിടവാങ്ങൽ തവാഫ് ഓൾറെഡി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കഅബയുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. എനിക്ക് എന്തായാലും അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇയാൾ മാറുന്നത് വരെ എനിക്ക് അവിടെ നിൽക്കാനെ കൊണ്ട് മാറിയതിന് ശേഷം എന്തായാലും അവിടെ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ദുആരൊക്കെ കൊണ്ട് കഴിഞ്ഞു. എന്തായാലും അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു യാത്രയായിരുന്നു എനിക്ക് കിട്ടിയത്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നല്ല രീതിയിൽ ദുആ ഒക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കഅബയെ തൊട്ടിട്ടില്ലല്ലോ, ഇപ്പോൾ നിലവിൽ ഇവിടെ അല്ലേ നിൽക്കുന്നത്, കഅബയെ തൊട്ടു. നേരെ അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടി നടന്നിട്ട് നേരെ ആ സൈഡിൽ കൂടെ തന്നെ നടന്ന് കഅബയിലും തൊട്ടു. അതിനുശേഷം അവിടെ തൊട്ട് കുറച്ച് നേരം ദുആ ആയിരുന്നു. കാരണം അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് തിരക്കാണ്. നമ്മൾ തെള്ളി മാറ്റും, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈൽ എടുക്കാൻ പറ്റത്തില്ല. മിക്കുള്ളവരും മൊബൈൽ എടുക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതുകൊണ്ട് എൻ്റെ ഇഹ്റാം തുണിയൊക്കെ അഴിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ട് ഉസ്താദ് പിടിച്ചതുകൊണ്ടാണ് എനിക്കത് നിന്നത്. അതിനുശേഷം മക്കാമിൽ വരികയും മക്കാമിൽ തൊഴാനെ കൊണ്ടും മുത്തം കൊടുക്കാനെ കൊണ്ടും എല്ലാത്തിനും സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ ഈ വിടവാങ്ങൽ തവാഫിലൂടെ എല്ലാ കാര്യങ്ങളും ഉസ്താദ് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ ടൈമിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്കിപ്പം ഉംറയുടെ ടൈമിൽ പറ്റില്ല, നിങ്ങൾ വിടവാങ്ങൽ തവാഫിൻ്റെ ടൈമിൽ നിങ്ങളിത് ചെയ്യാനെ കൊണ്ട് മാക്സിമം ശ്രമിക്കുമെന്ന് പറഞ്ഞു. അതെന്തുമായാലും പൂർത്തിയായി കംപ്ലീറ്റ് ചെയ്തു. അതെന്തുമായാലും റാഹത്തായിട്ട് കാര്യങ്ങളെല്ലാം നടന്ന് ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചിനി പോവുകയാണ്, ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, അവർ ക്ലീൻ ചെയ്യുന്നൊരു രീതിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ക്ലീൻ ചെയ്യുന്ന രീതി ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ വൃത്തിയായിട്ട് നമ്മുടെ കഅബ ഫുള്ള് ചുറ്റിനും വൃത്തിയാക്കുന്നത് ഇവർ ഈ ചെയ്യുന്ന ബംഗ്ലാദേശുകാരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ബംഗ്ലാദേശ് പാകിസ്ഥാനികൾ പലരും ഉണ്ട് ഇവിടെ ജോലി ചെയ്തവർക്ക് പുണ്യം ചെയ്യണമെന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണ് ഇവർ ചെയ്യുന്നത്. നല്ല അത്യാവശ്യം നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ കാണാനെ കൊണ്ട് നമ്മുടെ മക്കയിൽ തന്നെ വരണം. കാരണം അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പല വീഡിയോസ് ഇവർ ചെയ്യുന്ന വീഡിയോസൊക്കെ വൈറലാണ്. അത് കണ്ടത് ഞങ്ങൾ ഇനി ജുമായ്ക്കുള്ള ഒരുക്കം കൂടിയാണല്ലോ, അതിൻ്റെ ഒരു ക്ലീനിങ് കൂടിയാണിത്. കാരണം ഇനി ജുമായുടെ ടൈം ആവുകയാണ്, കുറച്ച് നേരം കൂടി കഴിയുമ്പോഴത്തേന് ഞങ്ങൾ ഏതാണ്ട് 9 ഒരു 7:30-8 മണിയായപ്പോഴത്തേന് ഞങ്ങളുടെ വിടവാങ്ങൽ തവാഫ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് മടങ്ങുകയാണ്. ഞങ്ങൾ റൂമിൽ ചെന്നപ്പോഴത്തേന് ഏതാണ്ട് 8:45-9 മണിയോളം ആയി. അപ്പം ഇതെല്ലാം കണ്ടു. അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഈ യാത്രയും അതേപോലെ തന്നെ നമുക്കിപ്പം ഈ വിടവാങ്ങൽ തവാഫും ഉംറയും എല്ലാ കാര്യങ്ങളും നല്ല റാഹത്തായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു. തീർച്ചയായിട്ടും ഞാൻ ഇവരെ റെക്കമെൻഡ് ചെയ്യും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഖുദ്സ് എന്ന് പറഞ്ഞൊരു ട്രാവൽസ് ഏജൻസിയായിരുന്നു ഞങ്ങളെ കൊണ്ടുവന്നത്. അവരെ ഞാൻ അത്യാവശ്യം പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് മുഖാന്തരമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിപ്പം ജുമാ നമസ്കാരമാണ്, അതിനെപ്പറ്റി ഖുദ്സിനെ പറ്റി ഞാൻ പിന്നെ പറയാം. ഇപ്പം ജുമാ നമസ്കാരമാണ്, അതിൻ്റെ വിളിയാണ് നടക്കുന്നത്. അപ്പം അതിനുശേഷം ജുമാ നമസ്കാരമുണ്ട്. അതിനുശേഷം ഞാൻ റൂമിലോട്ട് പോകും. ഫുഡൊക്കെ വന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കണം. പിന്നെ നമുക്ക് 2 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. നേരെ പിന്നെ റിയാദിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പം ജുമാ നമസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.
നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഞാൻ എല്ലാ വീഡിയോസും ഇതിനകത്ത് ഇടുന്നതായിരിക്കും. ഉംറ നിർവ്വഹണത്തിന് ക്ഷമയോടെ കാണുക. എന്നോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് പറഞ്ഞു തരിക. അത് പേഴ്സണലായിട്ടായാലും അല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞു തരിക. ഓക്കെ ബൈ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.